ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ലച്ചു മംഗലശ്ശേരിയിൽ നിന്ന് ചന്ദ്രകാന്തത്തിലേക്ക് പോകാനായി ഇറങ്ങുന്നത് കണ്ട് സഞ്ജു പിന്നാലെ എത്തി ലച്ചുവിനെ തടഞ്ഞു നിർത്തുന്നു. നീ ഇതെങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു, സഞ്ജുടാ എന്നെ തടയരുത്, എനിക്ക് ചന്ദ്രകാന്തത്തിലേക്ക് പോയി ശ്രീകുട്ടി ചേച്ചിയെ തിരികെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് സഞ്ജുവിനോട് തന്നെ എതിർക്കരുതെന്ന് ആവശ്യപ്പെടുന്നു ലച്ചു. ഇത് കേട്ട ഉടനെ സഞ്ജു ദേഷ്യത്തോടെ ലച്ചുവിനോട് പറഞ്ഞു, അതെ, ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് പറയുന്നത്, അകത്ത് കയറിപ്പോകും, അതാണ് നിനക്ക് നല്ലത്, വെറുതെ ഇവിടെ നിൽക്കണ്ട. അപ്പോഴേക്കും പിന്നാലെ വന്ന രാജു സഞ്ജുവിനെ പിടിച്ചു നിർത്താനായി ശ്രമിച്ചിരുന്നു. സഞ്ജു ലച്ചുവിന് നേരെ തട്ടിക്കയറണം. നീ കാരണം ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ഇത്രയെല്ലാം ചെയ്തു വെച്ചിട്ടും നീ ഇനി ശ്രീകുട്ടിയെ വിളിക്കാൻ എവിടേക്ക് പോകുന്നോ? മര്യാദയ്ക്ക് അകത്ത് കയറി പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ലച്ചു വേഗം കയറി പോകാനായി പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ച ലച്ചു സഞ്ജുവിന്റെ വാക്ക് കേട്ട് ലച്ചു പുറത്തേക്ക് നടക്കുന്നു. അത് കണ്ട ഉടനെ സഞ്ജു ലച്ചുവിനെ പിടിച്ചു നിർത്തി, നിന്നോട് ഞാൻ പറഞ്ഞത് പുറത്തേക്ക് പോകാനല്ല അകത്തേക്ക് പോകാനാ, കയറി പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് സഞ്ജു ദേഷ്യപ്പെടുമ്പോ അത് കേട്ടുകൊണ്ട് അവിടേക്ക് ശ്രീദേവി അമ്മ എത്തുന്നു. മോളെ ലച്ചു, നീ ചന്ദ്രകാന്തത്തിലേക്ക് പോകണ്ട, നീ വേഗം അകത്തേക്ക് കയറിപ്പോ എന്ന് ശ്രീദേവി പറയുന്നത് കേട്ട് ലച്ചു പറഞ്ഞു, അമ്മേ, അങ്ങനെയല്ല, ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് ശ്രീകുട്ടി ചേച്ചി പോയത് ഞാൻ കാരണമെന്നാണ്. അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് ശ്രീകുട്ടി ചേച്ചിയോട് ചോദിക്കണം. ശ്രീകുട്ടി ചേച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് തിരികെ വിളിച്ചുകൊണ്ട് വരണം. ചേച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സമാധാനക്കേട് മുഴുവൻ എനിക്കാണ്. അതുകൊണ്ട് ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാമേ എന്ന് ശ്രീദേവിയോട് ലച്ചു പറഞ്ഞു. ഇത് കേട്ടതും സഞ്ജു പറഞ്ഞു, അമ്മേ, ഇവളോട് കയറി പോകാൻ പറ എന്ന് പറഞ്ഞ് സഞ്ജു ദേഷ്യപ്പെടുന്നത് കേട്ട് ശ്രീദേവി പറഞ്ഞു, സഞ്ജു, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, തൽക്കാലം ലച്ചു അവിടേക്ക് പോവാണെന്നല്ലേ പറഞ്ഞത്. അവളുടെ സമാധാനക്കേട് എത്രത്തോളമാണെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനും കൂടി അവളുടെ കൂടെ പോകാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാനും ലച്ചുവും പോയി ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോഴേക്കും രാജു പറഞ്ഞു, ഞാൻ ഞാൻ പോകാനായി റെഡിയായതാണ് ശ്രീദേവിയമ്മേ എന്ന് പറഞ്ഞതും രാജുവിനോട് ശ്രീദേവി പറഞ്ഞു, വേണ്ട മോനെ, നീ ഇവിടെ നിന്നോ, ഞാൻ പൊക്കോളാം ലച്ചുവിന്റെ കൂടെ എന്ന് ശ്രീദേവി അറിയിച്ചു. അങ്ങനെ ശ്രീദേവിയുടെ തീരുമാനം കേട്ട് സഞ്ജു പറഞ്ഞു, അമ്മയും ഇവളെ പോലെ തീരുമാനിക്കുകയാണോ? അമ്മയും ഇവളെ പോലെ എടുത്തു ചാടി ഓരോന്നും ചെയ്യാനാണോ അമ്മയും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സഞ്ജു ചോദിച്ചത് കേട്ട് ശ്രീദേവി പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ നിരാശപ്പെടാതെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, എന്തായാലും ഞാനും ലച്ചുവും കൂടി വേഗം പോയി ശ്രീകുട്ടിയെ കണ്ടിട്ട് വരട്ടെ, നീ ദേഷ്യപ്പെടുകണ്ട എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാനായി പറഞ്ഞുകൊണ്ട് ശ്രീദേവിയും ലച്ചുവും വണ്ടിയിൽ കയറി വേഗം അവിടുന്ന് പോകുന്നു. ഇത് കണ്ട രാജുവും സഞ്ജുവും ആകെ നിരാശയോടെ നിന്നു. അപ്പോഴേക്കും ശ്രീദേവിയും ലച്ചുവും ചന്ദ്രകാന്തത്തിലേക്ക് വരുമ്പോൾ അവിടെ ചന്ദ്രകാന്തത്തിലുള്ള ശ്രീകുട്ടിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി, ആകെ വിഷമത്തോടെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും കൂട്ടാക്കാതെ അങ്ങനെ വിഷമിച്ച് ശ്രീകുട്ടി ഇരിക്കുന്നത് കണ്ട് വേഗം കാഞ്ചന ശ്രീകുട്ടിക്കുള്ള ചായയുമായി അവിടേക്ക് എത്തി. മോൾക്ക് കുടിക്കുന്ന പറഞ്ഞതും എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് സ്വാതി അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അവിടേക്ക് പ്രഭയെത്തി. എന്തു പറ്റി എന്ന് ചോദിച്ചതും, അച്ഛനെങ്കിലും പറ, മോളൊന്നും കഴിക്കാനോ കുടിക്കാനോ തയ്യാറല്ല, അച്ഛനെങ്കിലും മോളെ ഒന്ന് ഉപദേശിക്കുക എന്ന് കാഞ്ചന പറഞ്ഞു. ഉടനെ ശ്രീകുട്ടിയുടെ അരികിലേക്ക് എത്തി പ്രഭ പറഞ്ഞു, മോളെ, എന്റെ മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, അച്ഛ, എന്തിനാ എന്നോട് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ശ്രീകുട്ടി വിഷമിക്കുമ്പോ ഉടനെ പ്രഭ പറഞ്ഞു, എന്റെ മോളുടെ മനസ്സ് എനിക്കറിയാം, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, ആ സ്നേഹം മോൾക്ക് ലച്ചുവിനോടും ഉണ്ടെന്ന് എനിക്കറിയാം, മോളിങ്ങനെ വിഷമിക്കാതെ എന്ന് പറഞ്ഞതും ശ്രീകുട്ടി പറഞ്ഞു, അച്ഛ, എന്നോട് മാത്രം എന്താ എല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിച്ച് സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് മോളെ ശ്രീകുട്ടി എന്ന് വിളിച്ച് ശ്രീദേവി എത്തി. ശ്രീദേവിയുടെ ശബ്ദം കേട്ടതും ഉടനെ കാഞ്ചനയും പ്രഭയും ശ്രീദേവിയെ നോക്കുന്നു. കാഞ്ചന ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് പ്രഭയോട് വേഗം ശ്രീദേവി ചോദിച്ചു, എനിക്ക് അകത്തേക്ക് കയറി വരാവോ? അപ്പോഴേക്കും പ്രഭ പറഞ്ഞു, എന്ത് ചോദ്യാ ശ്രീദേവി ചോദിക്കുന്നത്? അകത്തേക്ക് കയറി വാ, അതിനെന്താ പ്രശ്നം, വേഗം വാ എന്ന് പറഞ്ഞ് പ്രഭ ശ്രീദേവിയോട് അകത്തേക്ക് വരാനായി ക്ഷണിച്ചു. ശ്രീദേവി അകത്തേക്ക് കയറി വന്നതും ഉടനെ പ്രഭയും കാഞ്ചനയും ശ്രീദേവിയുടെ നേരെ സഞ്ജുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ശ്രീദേവി സ്വാതിയോട് മോളെന്താ ഇങ്ങനെ സങ്കടപ്പെടുന്നെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ കാഞ്ചന പറഞ്ഞു, കൊള്ളാം, എന്റെ മോളുടെ സങ്കടം ഇപ്പോഴാണോ ശ്രീദേവി ശ്രദ്ധിച്ചത്? എന്റെ മോൾ എത്ര ദിവസമായി ഇങ്ങനെ കണ്ണീര് പൊഴിക്കണം, അവിടെ വിവാഹം കഴിച്ച് വന്ന നാള് മുതൽ എന്റെ മോളുടെ ഈ സങ്കടം ശ്രീദേവി കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ലച്ചു എന്ന് ഉടനെ തന്നെ ശ്രീദേവി പുറത്തേക്ക് നോക്കി വിളിച്ചു. അപ്പോഴേക്കും ലച്ചു അകത്തേക്ക് കയറി വരുന്നതുകൊണ്ട് കാഞ്ചന കലിയോടെ നോക്കി. ലച്ചു അകത്തേക്ക് വന്നതും ശ്രീകുട്ടി ആകെ ദേഷ്യത്തോടെ നോക്കി. പ്രഭയും ആകെ കരുതുള്ളി അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശ്രീദേവി പറഞ്ഞു, ലച്ചു വന്നത് ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാനാണ്, അവള് ചെയ്ത തെറ്റിന് അവള് മാപ്പ് പറയാനായിട്ട്. അവൾക്കറിയില്ല അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന്. അതുകൊണ്ട് ശ്രീകുട്ടി വീട്ടിലില്ലാത്തത് കൊണ്ട് അവൾക്കാണ് ആകെ സങ്കടം. ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ കാഞ്ചന ആകെ കലിയോടെ പറഞ്ഞു, ഇവളുള്ള വീട്ടിലേക്കോ? ഇവള് ചെയ്ത് കൂട്ടുന്നതിനൊക്കെയല്ലേ എന്റെ മോളെ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത്. ഉടനെ തന്നെ
സഞ്ജുവിനോട് പറഞ്ഞിട്ടാ ഞങ്ങൾ രണ്ടുപേരും വന്നത് എന്ന് പറഞ്ഞു. സഞ്ജു പോരാൻ സമ്മതിക്കുമായിരുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മോളോട് എല്ലാവരുടെയും പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മോൾക്ക് വല്ലാത്ത വേദനയുണ്ട് ശ്രീകുട്ടി അവിടെ നിന്ന് പോകുന്നതിൽ എന്ന് പറഞ്ഞ് ശ്രീദേവി കാര്യങ്ങൾ പറയുമ്പോൾ കാഞ്ചന പറഞ്ഞു, ഇവൾ കാരണമല്ലേ എന്റെ മോൾക്ക് ഇവിടേക്ക് പോരേണ്ടി വന്നത്. അല്ല, ശ്രീദേവിക്ക് കാര്യങ്ങളൊക്കെ അറിയാവല്ലോ. എന്റെ മോൾ അവിടെ വന്ന ദിവസം മുതൽ അവൾ അനുഭവിക്കുന്ന വേദനയും സങ്കടവും എത്രത്തോളമാണെന്ന് ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിച്ചതും ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ കാഞ്ചനെ എന്ന് പറഞ്ഞു. വേണ്ട, ശ്രീദേവി ഒന്നും മിണ്ടണ്ട. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ശ്രീദേവിയും ഇവളുടെ താളത്തിനൊപ്പം തുള്ളുകയായിരുന്നില്ലേ എന്നെല്ലാം ദേഷ്യത്തോടെ കാഞ്ചന പറഞ്ഞു. എന്റെ മോളുടെ സങ്കടം ശ്രീദേവിക്ക് മനസ്സിലാവില്ലല്ലോ. കാരണം ഞാനല്ലേ ഇവളെ പ്രസവിച്ചത്, ശ്രീദേവിയുടെ മകളല്ലല്ലോ ഇവള് എന്ന് ചോദിച്ചതും ഉടനെ ശ്രീദേവി പറഞ്ഞു, അങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഞാൻ എന്റെ മകളായി തന്നെയാ ശ്രീകുട്ടിയെ കാണുന്നത്, മരുമകളല്ല, എന്റെ മകൾ തന്നെയാണ് എന്ന് പറഞ്ഞതും ഉടനെ കാഞ്ചന പറഞ്ഞു, എന്നിട്ടാണോ ഒരു വാക്കുകൊണ്ട് പോലും എന്റെ മോളുടെ ഈ സങ്കടത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രീദേവി കൂട്ടാക്കാതിരുന്നത്? എന്റെ മോളുടെ ഈ വിഷമം ശ്രീദേവി കണ്ടില്ല എന്ന് നടിച്ചത് അതുകൊണ്ടാണോ? ദാ ഇവളെ പ്രതിയല്ലേ എന്റെ മോള് വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നത് തന്നെ എന്ന് പറഞ്ഞ് ശ്രീദേവി ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്രീകുട്ടിയുടെ അരികിലേക്ക് ലച്ചു ചെന്നു. ലച്ചു പറഞ്ഞു, ശ്രീകുട്ടി ചേച്ചി, എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്ത് തെറ്റ് ചെയ്താലും ശ്രീകുട്ടി ചേച്ചിയുടെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ലച്ചു ശ്രീകുട്ടിയുടെ കാല് പിടിക്കാനായി ഒരുങ്ങുന്നു. അങ്ങനെ കാലത്തൊട്ട് മാപ്പ് ചോദിക്കാനായി ഒരുങ്ങിയ ലച്ചുവിനോട് ലച്ചു അരികിൽ തോളത്ത് കൈവച്ച് ശ്രീകുട്ടി ചേച്ചി എന്ന് വിളിച്ചതും ശ്രീകുട്ടി ലച്ചുവിന്റെ കൈ തട്ടി മാറ്റി. ഉടനെ ലച്ചു ആകെ വിഷമത്തിലാകുന്നു. ചേച്ചി, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നോട് ക്ഷമിക്കണേ. എന്ത് തെറ്റാ ചെയ്തെന്ന് ആരും പറയുന്നില്ല. ഞാൻ അറിയാതെ എന്ത് തെറ്റ് ചെയ്താലും അത് എന്നോട് ചേച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ലച്ചു കാല് പിടിക്കാൻ ഒരുങ്ങുന്നത് കണ്ടതോടെ ഉടനെ തന്നെ ശ്രീകുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നോട് ക്ഷമിക്കണം, ആരും ഞാൻ എന്താ ചെയ്തതെന്ന് പറയുന്നില്ല. എന്റെ തെറ്റ് എന്താന്ന് എനിക്കറിയില്ല. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ലച്ചു അങ്ങനെ കാല് പിടിക്കാൻ ഒരുങ്ങിയത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ ശ്രീകുട്ടി പോകുന്നത് കണ്ട് പിന്നാലെ പ്രഭയും അരികിലേക്ക് ചെന്നു. ഈ സമയത്ത് ശ്രീകുട്ടി റൂമിലെത്തി ആകെ ദേഷ്യത്തിലങ്ങ് നിൽക്കുമ്പോൾ പ്രഭ അരികിലേക്ക് വന്ന് ശ്രീകുട്ടിയോട് പറഞ്ഞു, മോളെ, നിനക്ക് ലച്ചുവിനോട് ദേഷ്യപ്പെടാനാകുമോ? എനിക്കറിയാം നിന്റെ മനസ്സിൽ ലച്ചുവിനോടുള്ള സ്നേഹം എത്രത്തോളമാണ്. ആ സ്നേഹം ഇപ്പോഴും ലച്ചുവിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിന്നെ അരികിൽ വന്ന് നിന്നോട് മാപ്പ് പറയാൻ പോലും ആ കുട്ടി തയ്യാറായത്. കണ്ടില്ലേ, അവളുടെ തെറ്റെന്താണെന്ന് അവൾക്കറിയില്ല. സത്യത്തിൽ അവളുടെ ഓർമ്മ ശേഷി നഷ്ടപ്പെട്ടു പോയത് നമുക്കറിയാം. പക്ഷെ ഓർമ്മകളുള്ള നമ്മളല്ലേ അവളോട് ക്ഷമിക്കേണ്ടത്. അവളോട് അതേ രീതിയിൽ പ്രതികരിച്ചാൽ സത്യത്തിൽ നമുക്കല്ലേ യഥാർത്ഥത്തിൽ ദൈവത്തിന് മുന്നിൽ ഒരു സ്ഥാനവും ഇല്ലാതാകുന്നത്. മോളൊന്ന് ആലോചിച്ചു നോക്കിയേ. നീ ഇപ്പോ ഇങ്ങനെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ തന്നെ കാരണക്കാരി ആ ലച്ചുവല്ലേ? നിന്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായ കുട്ടിയാണ് ലച്ചു. അത് നീ മറന്നുപോയോ എന്ന് ശ്രീകുട്ടിയോട് പ്രഭ അന്വേഷിച്ചു. പ്രഭ തനിക്ക് വേണ്ടി ലച്ചു ചെയ്ത ഓരോ നന്മയും ശ്രീകുട്ടി ഓർമ്മിച്ചു. അന്ന് ആ അഖണ്ഡ ജ്യോതിയുമായി അന്ന് ശിവക്കാട്ടിലേക്ക് പോയതും പിന്നീട് പലതവണ തനിക്ക് വേണ്ടി മരണത്തെ മുഖാമുഖം നേരിട്ടതും ദക്ഷയോട് പോരാടി സഞ്ജുവിന്റെ താലി തന്റെ കഴുത്തിൽ അണിയിച്ചതുമൊക്കെ ലച്ചുവാണല്ലോ എന്നുള്ള കാര്യം ശ്രീദേവി പ്രഭയുടെ വാക്കുകൾ കേട്ട് ശ്രീകുട്ടി ഓർമ്മിക്കുന്നു. എല്ലാം ഓർത്തുണങ്ങി നിൽക്കുമ്പോൾ പ്രഭ പറഞ്ഞു, എന്റെ മോളെ ഞാൻ ഉപദേശിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ മോൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ശേഷിയുണ്ട്. മോൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മോള് തന്നെ ആലോചിക്ക്, ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താം. എന്താണ് ചെയ്യുന്നത്, എന്താണ് ശരിയെന്ന്. എനിക്കൊരു കാര്യം അറിയാം, ഇപ്പോഴും മോളോട് അത്രത്തോളം സ്നേഹം ലച്ചുവിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് മോള് പിണങ്ങി ഇവിടെ വന്ന് നിന്നിട്ട് മോളെ കൂട്ടിക്കൊണ്ടു പോകാനായി മാപ്പ് പറയാൻ പോലും തയ്യാറായി ഇവിടേക്ക് ആ മോള് വന്നത്. മോൾക്ക് ലച്ചുവിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകുമോ എന്ന് ചോദിച്ചു. ലച്ചു തന്നെ ആദ്യമായി സാരി ഉടുപ്പിച്ചതും തന്നെ ആരതി ഒഴിഞ്ഞതും അതിനുശേഷം തന്നെ സ്നേഹത്തോടെ ഭക്ഷണം കൂട്ടിയതും പിന്നീട് അഖണ്ഡ ജ്യോതിയുമായി തനിക്ക് വേണ്ടി ശിവക്കാട്ടിൽ കയറിയതും തന്റെ ദേഹത്ത് മഞ്ഞൾ ചന്ദനം പൂശിയതും അങ്ങനെ തനിക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ലച്ചു തനിക്ക് വേണ്ടി കാണിച്ച സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ശ്രീകുട്ടി നിന്നു. ആകെ വിഷമത്തോടെ താൻ ലച്ചുവിനോട് ചെയ്യുന്ന തെറ്റാണെന്നുള്ള കുറ്റബോധം അപ്പോ ശ്രീകുട്ടിയുടെ മനസ്സിനെ അലട്ടി. സഞ്ജു ഈ സമയത്ത് മംഗലശ്ശേരിയിൽ ലച്ചുവും ശ്രീദേവി അമ്മയും പോയതിന്റെ ആ ഒരു അവർ ചെന്നതിന്റെ തിരിച്ചുള്ള മറുപടി എന്തായിരിക്കുമെന്നും ഏത് രീതിയിലായിരിക്കും അവരെ അവർ സ്വീകരിക്കുക എന്നെല്ലാം ഓർത്ത് ആകെ നിരാശയോടെ സഞ്ജു അങ്ങ് നിൽക്കുമ്പോൾ പുറത്തേക്ക് പോയ ശ്രീദേവിയും ലച്ചുവും മടങ്ങിയെത്തി. കാറിൽ നിന്ന് ശ്രീദേവിയും ലച്ചുവും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സഞ്ജു ആകെ ടെൻഷനോടെ നോക്കി നിന്നു. ലച്ചുവും
ശ്രീകുട്ടിയും ശ്രീദേവിയും ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് വാക്കു പറഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് സഞ്ജു അങ്ങനെ നിൽക്കുമ്പോൾ കാറിൽ നിന്ന് ശ്രീകുട്ടി പുറത്തേക്കിറങ്ങി. ആ കാഴ്ച കണ്ടതോടെ സഞ്ജുവിന്റെ മുഖത്ത് അല്പം തെളിച്ചം വീഴുന്നു. ശ്രീകുട്ടിയെ കണ്ടതോടെ സഞ്ജുവിന് വളരെയേറെ സന്തോഷമായി. അപ്പോഴേക്കും ശ്രീകുട്ടി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ ലച്ചു ഉടനെ തന്നെ സഞ്ജുവിനോട് പറഞ്ഞു, സഞ്ജുവേട്ടാ, അമ്മ പറഞ്ഞിരുന്നില്ലേ ശ്രീകുട്ടി ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വരുമെന്ന്, കണ്ടില്ലേ ഞങ്ങൾ ശ്രീകുട്ടി ചേച്ചിയെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. സഞ്ജു വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകാനൊരുങ്ങി. ഉടനെ തന്നെ ലച്ചു പിന്നാലെ എത്തി സഞ്ജുവിനെ പിടിച്ചു നിർത്തി. സഞ്ജു അതിശയത്തോടെ നോക്കിയതും ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നല്ലോ സഞ്ജുവേട്ടനോട് തീർച്ചയായിട്ടും ശ്രീകുട്ടി ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വരുമെന്ന്. ഇപ്പോ ശ്രീകുട്ടി ചേച്ചിയെ കൊണ്ടുവന്നത് സഞ്ജുവേട്ടൻ കണ്ടില്ലേ എന്ന് ചോദിച്ചു. സഞ്ജു ആകെ അതിശയത്തോടെ ലച്ചുവിനെ നോക്കുമ്പോൾ ലച്ചു ശ്രീകുട്ടിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് സഞ്ജുവിന്റെ അരികിൽ നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ശ്രീദേവി എത്തി. ശ്രീദേവി സഞ്ജുവിന്റെ അരികിൽ നിന്ന് ലച്ചുവിനോട് പറഞ്ഞു, മോൾ അകത്തേക്ക് ചെല്ല്. അപ്പോഴേക്കും ശരി അമ്മയെന്ന് പറഞ്ഞ് ലച്ചു അകത്തേക്ക് പോകുമ്പോൾ ശ്രീദേവി സഞ്ജുവിനോട് പറഞ്ഞു, മോനെ, നിന്നോട് പിണങ്ങിയാണ് ഇവിടുന്ന് സ്വാതി പോയത്. അതുകൊണ്ട് ശ്രീകുട്ടിയുടെ മനസ്സിൽ ആ ഒരു ചമ്മലും വിഷമമൊക്കെ ഉണ്ട്. മോളെന്തായാലും മോന് ഉടനെ തന്നെ ശ്രീകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ശ്രീകുട്ടിയോട് ഒന്ന് സംസാരിക്ക്. അവളുടെ ആ വിഷമമൊക്കെ ഒന്ന് മാറട്ടെ. മോനൊന്ന് സമാധാനിപ്പിക്ക്. മോൻ ചെന്ന് ഒന്ന് സംസാരിക്ക് എന്ന് പറഞ്ഞു. സഞ്ജു അത് കേട്ടതും ശരി അമ്മയെന്ന് പറഞ്ഞ് നേരെ സ്വാതിയുടെ അരികിലേക്ക് പോകുന്നു. സ്വാതി റൂമിൽ ഇരിക്കുന്നത് കണ്ട് സഞ്ജു അരികിലേക്ക് എത്തിയും സഞ്ജുവിന്റെ വരവ് കണ്ടതോടെ ഒന്നും മിണ്ടാൻ കഴിയാതെ സ്വാതി റൂമിൽ തന്നെ ഇരിക്കുന്നു.